ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2026 എയറിൽ പോയ രണ്ട് ആക്ട്രസ്സാണ് നമ്മുടെ ഗീതു മോഹൻദാസും രജിഷ വിജയനും. ഗീതു മോഹൻദാസ് ഓഫ് കോഴ്സ് യാഷിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ടോക്സിക് എന്ന സിനിമയുടെ ട്രെയിലർ പോലെ ആ ഒരു യാഷിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ഇറക്കിയ ആ ഒരു ടീസർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രെയിലർ പോലൊരു സംഭവം ഇറക്കിയതിനെയാണ് പിന്നെ കസബായ തൊട്ട് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ നേരത്തെ അവർ സംസാരിച്ച സെയ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം തൊട്ട് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് സോഷ്യൽ മീഡിയയിൽ തങ്ങി നിൽക്കും. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പക്ഷേ സോഷ്യൽ മീഡിയയിൽ തങ്ങി നിൽക്കും. സോ സെയ്റ്റ് ആ ഒരു കോൺഫറൻസ്, പ്രസ് മീറ്റിൽ കോൺഫറൻസ് മുതൽ അവർ എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. ഗീതു മോഹൻദാസ് ഇപ്പോൾ എയറിലാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രജിഷ വിജയൻ്റെ കാര്യമാണ്. ഈ സെയിം കാര്യം തന്നെ 3 വർഷത്തിന് മുന്നേ ഐറ്റം ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു രജിഷ വിജയൻ. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റും, അതായത് ജൂണിലൊക്കെ ഇട്ടിട്ടുണ്ട്, വയറ് കാണിക്കാം, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നണം. ഐറ്റം ഡാൻസ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, ബിക്കോസ് ദ ആംഗിൾ ദേ ഹാവ് ഷോട്ട്, അതായത് ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്, സൂം ഇൻ സൂം ഔട്ട്, പിന്നെ ആംഗിൾസ് പോകുന്നത്, ദ ബോഡി പാർട്സിൻ്റെ ഓരോ ഒബ്ജക്റ്റിഫൈങ് കാര്യങ്ങളും ഒക്കെ എനിക്കൊട്ടും താല്പര്യമില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞ രജിഷ വിജയനാണ് 3 വർഷങ്ങൾക്ക് ശേഷം നമ്മളെ താമര എന്ന് പറഞ്ഞ സോങ്ങിലൂടെ, ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും കണ്ടു കാണുമായിരിക്കും, സോങ്ങിലൂടെ ഐറ്റം ഡാൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ പുതിയ ഫിലിമിലാണ്. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞോട്ടെ, എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകരുത്. പലരും പറയുന്നുണ്ട് അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് ഐറ്റം ഡാൻസിലേക്ക് ഇറങ്ങിയത്, പൈസ കിട്ടാൻ വേണ്ടി എന്ന് പറയുന്നവരുണ്ട്. അതൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല. നമ്മൾ നിലപാട്, നമ്മൾ ഒരു കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റും, മാക്സിമം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എനിക്ക് സായി പല്ലവിയായിട്ട് തോന്നിയിട്ടുണ്ട്. സായി പല്ലവിയുടെ പല ഫിലിംസിലും സായി പല്ലവിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും കംഫർട്ടബിൾ ആവുന്ന ഒരു രീതിയിൽ മാത്രമേ സായി പല്ലവി അതിൻ്റെ ഒരു രീതിയിൽ സായി പല്ലവി ചെയ്തിട്ടുള്ളൂ. സോ ആ ഒരു ഇതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സായി പല്ലവിയാണ്. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ യു ഷുഡ് കമൻറ്റ് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന് രജിഷ വിജയൻ്റെ കാര്യത്തിൽ, രജിഷ വിജയൻ ഇപ്പം ഭയങ്കര എയറിലാണ്, ഹൈപ്പിൽ നിൽക്കുകയാണ്. 2026 തുടങ്ങിയപ്പോൾ തന്നെ രജിഷ വിജയൻ എയറിലാണ്, എയർ കേരള എന്നൊക്കെ പറയുന്ന പോലെ എയറിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്താണ് വന്ന് മീഡിയയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുന്നത് അത് നമ്മൾ മാക്സിമം ഓർക്കുക എന്നുള്ളതാണ്. പിന്നീട് ഒരു നിലപാട് പറഞ്ഞാൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് രജിഷ വിജയൻ. അനുരാഗക്കരിക്കും വെള്ളം, അതിലെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മുടി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മധുര മനോഹര മോഹം, കളങ്കാവൽ, ബൈസൺ, അങ്ങനെ വെച്ചാൽ ഒരുപാട് നല്ല ഫിലിംസിൽ ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്തൊരു വ്യക്തിയാണ് രജിഷ വിജയൻ. അപ്പോൾ രജിഷ വിജയൻ ഇപ്പം ഇത്രയും ക്യാരക്ടർ ചെയ്തു, ഇനി ഇങ്ങനൊരു മേഖലയിലെ കൂടെ ഒന്ന് കടന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാവണം ഇങ്ങനൊരു ഐറ്റം ഡാൻസ് ചെയ്തത്. പക്ഷേ മീഡിയ വെറുതെ ഇരിക്കുമോ? പഴയ കാര്യങ്ങൾ പറഞ്ഞത് ചെകഞ്ഞെടുത്തിട്ട് അവർ സോങ്ങിന് അത്രത്തോളം ഹൈപ്പ് കിട്ടി എന്നുള്ളതാണ് സത്യം. ആ ഒരു സോങ്ങിൽ 3 ലാഖ് എന്തോ പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുറന്ന ഒട്ടനെ അതിൻ്റെ റീൽസ്, അതിൻ്റെ ട്രോള് ഫുൾ രജിഷ വിജയനെതിരെയുള്ള ട്രോൾസാണ്. പണ്ടത്തെ സംസാരിച്ച ഇൻ്റർവ്യൂയുടെ ഡയലോഗ്സും ഇതുമാക്കി വെച്ചിട്ടാണ് ട്രോള്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ആ ഒരു നിലപാട് തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാതിരിക്കുക.